Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിലെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ അറേ ലിസ്റ്റിനെ അപേക്ഷിച്ച് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാണാത്തവർക്കാണ് ലിങ്ക് ഐ ബട്ടൺ തന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് എക്സാമ്പിൾ നോക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. L1 ഈക്വൽ ടു ലിങ്ക്ഡ്. ഓക്കെ, ഞാനപ്പോ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടുള്ള എററാണ് കാണിക്കുന്നത്. ഇവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണിക്കും നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അകത്തുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ L1 ഡോട്ട് എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തൊക്കെ മെത്തേഡ് പറ്റുമെന്ന് കാണിക്കും. അതായത് ആഡ് മെത്തേഡ് ഉണ്ട്, ആഡ് ഓൾ ഉണ്ട്, ക്ലോൺ ഉണ്ട്, ക്ലിയർ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്കപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ആഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എലമെന്റ് ആഡ് ചെയ്യാനാണെന്നല്ലേ. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് ആഡ് ഉണ്ട്. ആദ്യത്തെ ആഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ ആഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ കൂടെ ഒരു ഇൻഡെക്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ആഡാണ് ഞാൻ കൊടുത്തത്. ഈ ആഡിനകത്തോട്ട് ഞാൻ എലമെന്റ് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാനൊരു സ്ട്രിംഗ് ആണ് കൊടുത്തത്, കോഡിറേക്ക. ഞാൻ നേരത്തെ എന്റെ കളക്ഷൻ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് എലമെന്റ് ഇൻസേർട്ട് ചെയ്താലും ഇതിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ടാണ് അത് ആഡ് ആവുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാനൊരു ഇന്റിജർ കൊടുക്കുകയാണ്. അതുപോലെ L1 ഡോട്ട് ആഡ് ഓഫ്, നമുക്കൊരു ഫ്ലോട്ട് കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇനി അതുപോലെ തന്നെ L1 ഡോട്ട് ആഡ് ഓഫ്. ഇനിയും വേണമെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് എന്ന് പറയുന്ന ആരുടെയെങ്കിലും ഇപ്പൊ പേര് കൊടുക്കാത്ത സാം എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളിപ്പോ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ, അതായത് സിസ് ഔട്ടിന്റെ അകത്ത് ഈ L1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഈ എലമെന്റ്സ് എല്ലാം കിട്ടും അല്ലെ. അപ്പോ ഈ ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ കോഡിറേക്ക 10, 10.9 സാം. അപ്പൊ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോ പറഞ്ഞു, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആദ്യത്തെ പ്രത്യേകത എന്താണ്, അതൊരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഓരോ ഇൻഡെക്സിലേക്ക്, 0th ഇൻഡെക്സിൽ തുടങ്ങി ഓരോരോ ഇൻഡെക്സിലേക്കാണ് അത് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് ആദ്യത്തെ എലമെന്റ് 0th ഇൻഡെക്സിലേക്ക് ആഡ് ആവും, രണ്ടാമത്തെ എലമെന്റ് ഫസ്റ്റ് ഇൻഡെക്സിൽ ആഡ് ആവും, ഇത് സെക്കൻഡ് ഇൻഡെക്സിൽ ആഡ് ആവും, ഇത് അടുത്ത എലമെന്റ് തേർഡ് ഇൻഡെക്സിൽ ആഡ് ആവും. ഇങ്ങനെ ഓരോ ഇൻഡെക്സിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എലമെന്റ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോ രണ്ടാമത്തെ ആഡ് മെത്തേഡ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആഡ് കൊടുത്തപ്പോ രണ്ടാമത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ഇൻഡെക്സ് വെച്ചിട്ടുള്ളത്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എലമെന്റിന്റെ കൂടെ, നമുക്കിപ്പോ ഞാൻ ഇവിടെ എലമെന്റ് കൊടുത്തു 100 എന്ന്. ഈ ആഡിൽ ഒന്ന് മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണാം, ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, ഈ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇത് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഇൻഡെക്സിലേക്ക് എലമെന്റ് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയാം. ഇപ്പൊ 0th, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിൽ ആഡ് ആയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 4th ഇൻഡെക്സിലേക്ക് 100 ആഡ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതെന്ത് പറ്റും, അവസാനത്തെ ഇൻഡെക്സ് അതായത് 4th ഇൻഡെക്സിലേക്ക് 100 ആഡ് ആവും. 100 ആഡ് ആവും. ഇനി വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തത് തന്നെ കൊടുക്കണം എന്നില്ല. ഇവിടെ വേണമെങ്കിൽ 4 പകരം നിങ്ങൾക്ക് 1 എന്ന് കൊടുക്കാം. അതായത് ഫസ്റ്റ് ഇൻഡെക്സിൽ ഓൾറെഡി ഇപ്പൊ എത്രയാണ്, 10 ഉണ്ട്. ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് എനിക്ക് 100 ആഡ് ചെയ്യാൻ പറയാം. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോഡിറേക്ക ആഡ് ആവും 0th ഇൻഡെക്സിൽ, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇൻഡെക്സിൽ 100 ആഡ് ആവും. ബാക്കി എലമെന്റ് ഇത് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് പോകും, ഇത് തേർഡ് ഇൻഡെക്സിൽ വരും, ഇത് 4th ഇൻഡെക്സിൽ വരും. ഓക്കെ, അപ്പൊ ആദ്യം പ്രിന്റ് ആകുമ്പോൾ കോഡിറേക്ക വരും, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റ് ഏതാണ് 100, അത് കഴിഞ്ഞ് ബാക്കിയുള്ള എലമെന്റ്. മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ 2 ആണ് കൊടുത്തെങ്കിൽ കോഡിറേക്ക 10 കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 100 വരും. മനസ്സിലായല്ലോ. ഇതാണ് ആ രണ്ട് ആഡ് മെത്തേഡിന്റെയും വ്യത്യാസം. അപ്പൊ നമ്മൾ ജസ്റ്റ് എലമെന്റ് മാത്രം പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഡെക്സിലേക്ക് ഇട്ടോളും. ഇങ്ങനെയല്ല, നമുക്ക് ഇടയ്ക്ക് ഏതെങ്കിലും റാൻഡം ആയിട്ട് ഒരു ഇൻഡെക്സിലേക്ക് ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡെക്സ് കൂടി പാസ് ചെയ്യാം. ഓക്കെ, ആഡ് മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ രണ്ട് അഡ്വാൻറ്റേജ് ആണ് കവർ ചെയ്തത്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ബേസ്ഡ് ഡേറ്റ സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഓരോ ഇൻഡെക്സിലേക്കാണ് അത് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്.
നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ സ്റ്റോർ ഹെട്രോജീനിയസ് എലമെന്റ്. ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെന്റ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ സെയിം ഡേറ്റ ടൈപ്പ്. ഹെട്രോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ്. അതായത് നമുക്കിപ്പോ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് സ്ട്രിങ്ങെ സ്റ്റോർ ചെയ്യാവോ അല്ലെങ്കിൽ ഇൻഡിജറെ സ്റ്റോർ ചെയ്യാവോ ഫ്ലോട്ടെ സ്റ്റോർ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇൻഡിജർ ആയിക്കോട്ടെ, ഫ്ലോട്ട് ആയിക്കോട്ടെ, സ്ട്രിങ് ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം ഒബ്ജക്റ്റ് ആയിട്ടാണ് സേവ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് ഡേറ്റ ടൈപ്പിലുള്ളതും കൊടുക്കാൻ പറ്റും. അപ്പൊ ഹെട്രോജീനിയസ് എലമെന്റ് ഇത് സപ്പോർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റിന് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ കോഡ് റേഖ കൊടുക്കും. വീണ്ടും എനിക്ക് വേണമെങ്കിൽ ഒരു കോഡ് രേഖ കൂടി കൊടുക്കാം. ഓക്കെ, കൊടുത്തു. അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊന്നും പറയില്ല. എത്ര വട്ടം വേണമെങ്കിലും നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. വീണ്ടും കോഡ് രേഖ അത് ഇൻസേർട്ട് ചെയ്യും. ഇനി വീണ്ടും എനിക്കൊരു 10 വേണമെങ്കിൽ 10 കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് അത് സപ്പോർട്ട് ചെയ്യും. ഈ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൾ എലമെന്റ് സപ്പോർട്ട് ചെയ്യുമോ? നൾ എലമെന്റ് സപ്പോർട്ട് ചെയ്യും. നമ്മളിപ്പോ വീണ്ടും ഇവിടെ കൊടുക്കുകയാണ് L1 ഡോട്ട് ആഡ് ഓഫ് നൾ കൊടുത്തു. ഓക്കെ, അപ്പൊ നള്ള് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അവസാനമായിട്ട് നള്ളായിരിക്കും ആഡ് ആവുന്നത്. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ എലമെന്റിന്റെ ലാസ്റ്റ് നൾ വന്നു. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ വരാം, മൾട്ടിപ്പിൾ നൾ എലമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ തീർച്ചയായും നള്ള് ഡ്യൂപ്ലിക്കേറ്റ് വന്നാലും അത് സപ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 2 നള്ള് കിട്ടും. അപ്പൊ നള്ള് ഡ്യൂപ്ലിക്കേറ്റ് വന്നാലും അത് സപ്പോർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഫോളോസ് ഇൻസേർഷൻ ഓർഡർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻസേർഷൻ ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഏത് ഓർഡറിലാണ് ഇൻസേർട്ട് ചെയ്തത് റിട്രീവ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഓർഡറിൽ തന്നെയാണ് കിട്ടുന്നത് അല്ലെ. ഇൻസേർഷൻ ഓർഡർ എങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തോ ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് പറയാൻ കാര്യം ചില കളക്ഷൻസ് സോർട്ടഡ് ഓർഡർ ആണ് പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഇൻഡിജേഴ്സ് ഒരു സെറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സോർട്ടഡ് ആയിട്ട് കാണിക്കും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് സോർട്ടഡ് ആണോ അല്ലേന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഞാൻ വേണമെങ്കിൽ വേറൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ വേറൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, L2. ഓക്കെ, ഈ L2നകത്ത് ഞാനിങ്ങനെ ആഡ് ചെയ്യാണ് L2 ഡോട്ട് ആഡ് ഓഫ് ഞാനൊരു 100 കൊടുത്തു. ഓക്കെ, ആദ്യം ഞാൻ 100 ഇൻസേർട്ട് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് എലമെന്റ് സോർട്ടഡ് അല്ലാത്ത രീതിയിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ സോർട്ടഡ് ആയിട്ട് കാണിക്കുമോ എന്നറിയില്ല. കൊടുത്തു. ഓക്കെ, 100 കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ രണ്ടാമതൊരു 10 ആണ് കൊടുത്തത്. വീണ്ടും ഒരു 1000 ആണ് കൊടുത്തത്. വീണ്ടും ഇവിടെ ഒരു 80 കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഈ L2 ഒന്ന് പ്രിന്റ് ചെയ്യാണ്. L2. ഓക്കെ, L1 കമന്റ് ചെയ്യണം. ഞാനിപ്പോ ഈ L2 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഓർഡറിൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അതായത് 100, 10, 1000, 80. അല്ലാതെ ഇത് സോർട്ടഡ് ഓർഡറിലല്ല നമുക്ക് കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം, ലിങ്ക്ഡ് ലിസ്റ്റ് ഇൻസേർഷൻ ഓർഡർ ആണോ സോർട്ടഡ് ഓർഡർ ആണോ പ്രിസർവ് ചെയ്യുന്നത്? അത് ഇൻസേർഷൻ ഓർഡർ ആണ് പ്രിസർവ് ചെയ്യുന്നത്, അത് സോർട്ടിംഗ് ഓർഡർ പ്രിസർവ് ചെയ്യുന്നില്ല. ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കാം. ഇനിയിപ്പോ ലിങ്ക്ഡ് ലിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് നമ്മളിപ്പോ ആഡ് പറഞ്ഞു. ആഡ് 2 രീതിയിൽ, അതായത് ഇൻഡെക്സ് വെച്ചിട്ടും വെക്കാതെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ആഡ് ഓൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഇതിനകത്ത് ഇപ്പൊ L1 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്, L2 എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോ ഈ L2നകത്ത് കിടക്കുന്നതിനെ എല്ലാത്തിനെയും കൂടെ L1ലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ആഡ് കൊടുക്കുമ്പോൾ ഒരു എലമെന്റേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു എൻറ്റയർ കളക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ഓൾ യൂസ് ചെയ്യാം. L1നകത്തേക്കാണ് എനിക്ക് L2 ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്തിലോട്ടാണോ ആഡ് ചെയ്യുന്നത് അത് ആദ്യം കൊടുക്കുക. L1 ഡോട്ട് ആഡ് ഓൾ. ഓക്കെ, ആഡ് ഓൾ ഓഫ് L2 കൊടുത്തു. ഓക്കെ, കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം L1 ഒന്ന് പ്രിന്റ് ചെയ്യാം. അത് ഇനി ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും L1 ഒന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ L1നകത്ത് എലമെന്റുകൾ മാത്രം പ്രിന്റ് ആയി ഇത്രയും. പിന്നെ നമ്മൾ ഇതിനകത്ത് L2 കൂടി ആഡ് ചെയ്തു. അപ്പൊ അത് രണ്ടും കൂടെ ചേർന്നുള്ള ലിസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ആഡും ആഡ് ഓളും മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിന് മാത്രമുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഞാൻ കമന്റ് ചെയ്യാണ്. തൽക്കാലം നമുക്ക് ഈ L2ന്റെ പാർട്ട് ഞാൻ കമന്റ് ചെയ്യാണ്. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരു ലിസ്റ്റിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ ഇതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലേ, ഇതിനകത്ത് ആദ്യത്തെ ലിസ്റ്റിന്റെ ഹെഡ് പാർട്ടിലേക്ക് എനിക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് L1 ഡോട്ട് ആഡ്
ഫസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതായത് ഈ ലിസ്റ്റിന്റെ ആദ്യത്തേലേക്ക് നമുക്കൊരു എലമെന്റ് കൊടുക്കാം. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ് ഫസ്റ്റ് എലമെന്റ്. ഇതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്തതിന് മുന്നേ ശേഷവും കാണിക്കാം. നമ്മളിത് റൺ ചെയ്യുമ്പോൾ ആദ്യം ലിസ്റ്റ് ഇങ്ങനെ വരും. അതിനുശേഷം ഇതിന്റെ തുടക്കത്തിലേക്ക് എന്താണ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഈ ലിസ്റ്റിന്റെ അവസാനത്തിലേക്ക് നമുക്ക് കൊടുക്കാം. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇവിടെ കൊടുക്കുമ്പോൾ ഡോട്ട് ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട്, സോറി ലാസ്റ്റ് എലമെന്റ് അല്ല, മറ്റേ ആഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് നമുക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം, ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളിത് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞത് ആഡ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ നമുക്ക് ആദ്യം കിടക്കുന്ന എലമെന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. അതായത് ഇവിടെ വന്നിട്ട് ഗെറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. L1 ഡോട്ട്, ഇപ്പോ L1 ഇവിടെ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം L1 ഡോട്ട് ഗെറ്റ് ഫസ്റ്റ്. അതായത് ഈ ഗെറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മെത്തേഡ് അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അത് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇൻബിൽഡ് ക്ലാസ്സിലേക്ക് പോകും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ യൂസ് ചെയ്യുന്ന കളക്ഷൻസ് എന്തൊക്കെയായാലും അത് ഓൾറെഡി ജാവ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ആ പർട്ടിക്കുലർ ക്ലാസ്സിന് എന്തൊക്കെ മെത്തേഡ് പറ്റും എന്നുള്ളത് അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ മെത്തേഡ് എടുത്ത് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോ ആഡ് മെത്തേഡ് വിളിക്കുമ്പോൾ അത് എലമെന്റ് ആഡ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഇവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആഡ് വിളിച്ചിട്ട് എലമെന്റ് പാസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്, അല്ലെ? ഈ ഗെറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ എലമെന്റിനെ അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഗെറ്റ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിതിപ്പോ റൺ ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിനകത്ത് ആദ്യം കിടക്കുന്ന എലമെന്റ് എന്താണ്, കോഡിറേക്ക ഇവിടെ നമുക്ക് പ്രിന്റ്. ഓക്കെ, ഇനി ഇതിന്റെ ലാസ്റ്റ് കിടക്കുന്ന എലമെന്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലാസ്റ്റ് എന്ന് പറയുന്നത് നള്ളാണ് അല്ലെ, അപ്പൊ നമുക്ക് ഗെറ്റ് ലാസ്റ്റ് കൊടുത്താൽ മതി. അപ്പൊ ഗെറ്റ് ലാസ്റ്റ് കൊടുക്കുമ്പോ നള്ള് പ്രിന്റ് ആയി. മനസ്സിലായല്ലോ? അപ്പൊ ആഡ് ഫസ്റ്റും ആഡ് ലാസ്റ്റും മനസ്സിലായല്ലോ. അതുപോലെ ഗെറ്റ് ഫസ്റ്റും ഗെറ്റ് ലാസ്റ്റും. അതുപോലെ റിമൂവ് ഫസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോ ആദ്യം കിടക്കുന്ന എലമെന്റിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ഡോട്ട് റിമൂവ് ഫസ്റ്റ്. ഓക്കെ, റിമൂവ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം കിടക്കുന്ന എലമെന്റിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ കോഡിറേക്ക ആയിരിക്കും റിമൂവ് ചെയ്യുക. കോഡിറേക്ക റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് റിമൂവ് ലാസ്റ്റ് ഉണ്ട്. അതായത് ലാസ്റ്റ് കിടക്കുന്ന എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പൊ എന്താണ്, നള്ളിനെ റിമൂവ് ചെയ്യും. ഈ നള്ളിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ റിമൂവ് ചെയ്തതിന് ശേഷം പ്രിന്റ് ചെയ്താൽ മതി. അതായത് നള്ളിനെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലിസ്റ്റ് പ്രിന്റ് ആവുമ്പോൾ അവസാനത്തെ നള്ള് കാണില്ല. കണ്ടോ, ഒരു നള്ളേ കാണത്തുള്ളൂ. അപ്പൊ ആദ്യ ലിസ്റ്റ് ഇങ്ങനെയായിരുന്നു. നമ്മൾ അതിനകത്തുനിന്ന് റിമൂവ് ലാസ്റ്റ് കൊടുത്തപ്പോൾ ലാസ്റ്റ് കിടക്കുന്ന ഏതാണ്, ഈ നള്ള് റിമൂവ് ആയി കഴിയുമ്പോൾ ബാക്കി ഇത്രയുള്ള എലമെന്റ് പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് കുറച്ച് ജനറൽ മെത്തേഡ്സ്. അതുപോലെ തന്നെ ബാക്കി കളക്ഷൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ മെത്തേഡും നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടെ L1 ഡോട്ട് എന്ന് അടിക്കുമ്പോൾ തന്നെ കാണാം എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്ന്. ആഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ആഡ് ഇൻഡെക്സ് വെച്ചിട്ടുള്ളത് പറഞ്ഞു, ആഡ് ഓൾ പറഞ്ഞു, അതുപോലെ ക്ലിയർ ഉണ്ട്. ക്ലിയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ ലിസ്റ്റ് ക്ലിയർ ചെയ്യുക അല്ലെ. അതായത് ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, റിമൂവ്സ് ഓൾ എലമെന്റ്സ് ഫ്രം ദിസ് ലിസ്റ്റ്. ഇതിനകത്തെ എല്ലാ എലമെന്റും റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ആദ്യം ഇത് ഇങ്ങനെയായിരുന്നു, റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, അതുപോലെ തന്നെ ക്ലോൺ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതായത് ക്ലോണിന്റെ മീനിങ് എന്താണ്, അത് ക്ലോൺ ചെയ്യുക. അതായത് അതിന്റെ ഒരു എക്സാക്ട് കോപ്പി എടുക്കുക. അപ്പൊ എനിക്ക് ഈ L1ന്റെ ഒരു കോപ്പി നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കോപ്പി എടുക്കുമ്പോൾ അത് എന്തിലോട്ടെങ്കിലും സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പൊ ഇതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയതുകൊണ്ട് വേറൊരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു L2. ഓക്കെ, ഇതിനകത്തോട്ട് ഞാനിത് ക്ലോൺ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതിവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എറർ വരുന്നത്. കാസ്റ്റ് കൊടുക്കാൻ മതി. ഓക്കെ, അതായത് എന്റെ L1 എന്ന് പറഞ്ഞ എന്റെ ക്ലോൺ എന്ന് വെച്ചാൽ എന്താണ്, റിട്ടേൺസ് എ ഷാലോ കോപ്പി ഓഫ് ദിസ്. അതായത് ഇതിന്റെ എക്സാക്ട് കോപ്പി എടുത്തിട്ട് ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അതായത് L1നകത്ത് എന്തെല്ലാം ഉണ്ടോ അത് L2ൽ ഉണ്ടാവും. അപ്പൊ നിങ്ങളിവിടെ L2 പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം L1 ആയിരിക്കും പ്രിന്റ് ആവുക, രണ്ടാമത് L2 പ്രിന്റ് ആവും. അപ്പൊ L1നകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം L2നകത്ത് ഉണ്ട്. മനസ്സിലായല്ലോ?
അപ്പോൾ ക്ലോൺ പറഞ്ഞു. ഇനി അതുപോലെ അറിഞ്ഞിരിക്കേണ്ട മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 ഡോട്ട് കൊടുക്കുമ്പോൾ കണ്ടെയ്ൻസ് ഉണ്ട്. അതായത് കണ്ടെയ്ൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് L1 ഡോട്ട് കണ്ടെയ്ൻസ് ഓഫ് 10 എന്ന് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ L1ൽ 10 ഉണ്ടോ ഇല്ലേന്ന്. ഈ കണ്ടെയ്ൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ ആണ്. ബൂളിയൻ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ ട്രൂ ഓ ഫോൾസോ അത് റിട്ടേൺ ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അതായത് 10 ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ ആ ലിസ്റ്റിൽ 10 ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്റെ ഈ ലിസ്റ്റിനകത്ത് 10 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാൻ. ഞാൻ ഇതിനകത്ത് ഇല്ലാത്ത ഒരു എലമെന്റ് കൊടുക്കാം. ഞാനിവിടെ 1000 കൊടുത്തു. ഓക്കെ, 1000 ഇപ്പൊ ഈ ലിസ്റ്റിനകത്ത് ഇല്ല. അപ്പൊ ഞാനിത് റൺ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഫോൾസ് ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ വേറെ മെത്തേഡ്സും ഉണ്ട്. ഗെറ്റ് ഫസ്റ്റ് ഗെറ്റ് ലാസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈസ് എംപ്റ്റി. അപ്പൊ ഇത് എംപ്റ്റി ആണോ അല്ലേന്ന്. അപ്പൊ ഇതെന്ന് പറയുന്ന ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് എംപ്റ്റി ആണോ? അല്ല, എംപ്റ്റി അല്ലല്ലോ. അപ്പൊ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഈസ് എംപ്റ്റിയുടെ മെത്തേഡ് ഒരു ബൂളിയൻ ആണ്. അതായത് ഈ ലിസ്റ്റിന്റെ സൈസ് 0 ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ്. ഇതിനകത്ത് എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് ഫോൾസ് റിട്ടേൺ ചെയ്തത്. ഇവിടെ ഞാൻ ഇത് വിളിക്കുന്നതിന് മുന്നേ ഈ ലിസ്റ്റ് അങ്ങ് ക്ലിയർ ചെയ്തു. അപ്പൊ എന്താണ്, ഇതിനകത്ത് എലമെന്റ്സ് എല്ലാം പോകും. എന്നിട്ട് ഇത് എംപ്റ്റി ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, ട്രൂ എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ തന്നെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ ഇവിടെ ഇൻഡെക്സ് ഓഫ് ഉണ്ട്. ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഇൻഡെക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാനിവിടെ കൊടുക്കുകയാണ്, എനിക്ക് സാമിന്റെ ഇൻഡെക്സ് അറിയണം. ഓക്കെ, സാം എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഇൻഡെക്സ് അറിയണം. അപ്പൊ അത് എത്രയാണെന്ന് പറയും. അപ്പൊ ഇത് 3 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിത് റൺ ചെയ്യുമ്പോൾ -1. ഓ സോറി, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലിസ്റ്റ് ക്ലിയർ ചെയ്തല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ ക്ലിയർ മാറ്റണം, എന്നിട്ട് റൺ ചെയ്യാം. അപ്പൊ അതാ 4 ആണ് വന്നത്. 4 എന്തുകൊണ്ടാണ് വന്നത്, 0th ഇൻഡെക്സിൽ ഇതാണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പൊ അതിന് മുന്നേ ഞാൻ സെക്കൻഡ് ഇൻഡെക്സിൽ ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് പറ്റും, 0th ഇൻഡെക്സിൽ ഇതാണ്, ഫസ്റ്റ് ഇൻഡെക്സിൽ ഇതാണ്, സെക്കൻഡ് ഇൻഡെക്സിൽ ഇതാണ് വരിക അല്ലെ. ഇനി തേർഡ് ഇൻഡെക്സിൽ ഇതും ഫോർത്ത് ഇൻഡെക്സിൽ ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഫോർത്ത് ഇൻഡെക്സിലാണ് സാം ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ പീക്ക് ഉണ്ട്, ഫസ്റ്റ് എലമെന്റ് കിട്ടും. അതുപോലെ പുഷും പോപ്പും ഉണ്ട്. പുഷ് ചെയ്യാന്ന് വെച്ചാൽ എലമെന്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യും, അതിനാണ് പുഷ്. അതിൽ നിന്ന് എലമെന്റ് റിമൂവ് ചെയ്യണമെങ്കിൽ പോപ്പ് യൂസ് ചെയ്യാം. അതുപോലെ റിമൂവ് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ ലിസ്റ്റിന്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സൈസ് കൊടുക്കാം. ലിസ്റ്റിന്റെ സൈസ് എത്രയുണ്ടെന്ന് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ ലിസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇനി ഇപ്പൊ പുഷ്, പോപ്പ്, ക്ലിയർ, ക്ലോണ്, കണ്ടെയ്ൻസ് ഇതെല്ലാം മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് ഇതുപോലെ തന്നെ ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്കിപ്പോ ക്ലിയർ ഉണ്ട്. ക്ലിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്കിപ്പോ ഇതിനകത്ത് ഓരോ മെത്തേഡ് ഇപ്പൊ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐട്രേറ്റർ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓരോന്നോരോന്ന് നമുക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്ലാസ്സിൽ പോയിട്ട് അതിന്റെ കമന്റ് റീഡ് ചെയ്ത് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞതാണ് ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ലിസ്റ്റിനകത്ത് കോമൺ ആയിട്ട് വരുന്നതും ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് കോമൺ ആയിട്ട് വരുന്നതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.